ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള രൂപരേഖയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അംഗീകാരം നൽകി. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു പുരോഗതി തന്നെയാണ്. ഒരു 20 പോയിന്റ് പ്രോഗ്രാം പ്രസിഡന്റ് ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അത് പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ പ്രപ്പോസൽ ഹമാസിന് നൽകിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഹമാസ് കൂടുതലും ഖത്താർ വഴിയായിരുന്നല്ലോ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഖത്താറിലുള്ള ഉണ്ടായ ആക്രമണം, ഇസ്രായേലി ആക്രമണമാണ് ഒരുപക്ഷെ ഇതിന് വഴിതെളിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. അമേരിക്കയ്ക്ക് പോലും അറിയാമായിരുന്നില്ല ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുമെന്ന് എന്നുള്ളത്. അതിലൊരു തെറ്റ് ഉള്ളത്, ഹമാസ് നേതാക്കന്മാർ ഖത്തറിൽ പോയിരുന്നത് സമാധാന ചർച്ചയ്ക്കാണ്. അപ്പോൾ അവരവിടെ ഉണ്ട് എന്നുള്ള വിവരം ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. ഇത് ഒരു പുതിയ പ്രശ്നമായി വന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഹമാസ് തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെ അംഗീകരിക്കുകയില്ല. കാരണം ഹമാസ് മുഴുവനായിട്ട് ആയുധങ്ങൾ കീഴടക്കണമെന്നും അതുപോലെ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും ഉള്ള ഒരു സന്ദേശം അവരൊരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അതവർ കുറയ്ക്കാൻ സാധിച്ചേക്കും, പക്ഷേ അവർക്ക് ആക്രമിക്കേണ്ടതാണ്, യുദ്ധം നിലനിർത്തേണ്ടതാണ് എന്നുള്ളത് ഹമാസിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം അവർ യുദ്ധം അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഗാസ വീണ്ടും പാലസ്തീനിയൻസിൻ്റെ അധികാരത്തിൽ ആവും. ഇസ്രായേൽ എത്ര ശ്രദ്ധിച്ചാലും അവർ ഹമാസിനെ ഇല്ലാതാക്കും എന്നുള്ള ഭയം അവർക്കുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇപ്പം നമുക്ക് കാണേണ്ടത് ഹമാസ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ടോട്ടൽ റിജക്ഷൻ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു പ്രയോജനമുണ്ടാവും. പക്ഷേ ആദ്യത്തെ പ്രശ്നമായി ഇസ്രായേൽ ഉന്നയിക്കുന്നത് തടവുകാരെ തിരിച്ചുവിടുക, തുറത്തുവിടുക എന്നുള്ളതാണ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഇസ്രായേലിലെ ജനങ്ങൾ പാലസ്തീൻ്റെ തടങ്കലിലിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നാഷണൽ ഷെയിമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് എല്ലാവരും പറയുന്നത്. അവരെപ്പോഴാണോ ഹമാസ് ഇവരെ വിടുന്നത്, ഏകദേശം 20-40 ആളുകളുണ്ട്, പലരും മരിച്ചു പോയിരിക്കാം. പക്ഷേ അതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എല്ലാവരും കണക്കാക്കുന്നത്. അത് ഈ 20 പോയിന്റ് പ്ലാനിലും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേത്, ഹമാസ് അവരുടെ പ്രവർത്തനം നിർത്താൻ സമ്മതിക്കും എന്നുള്ള സാധ്യത കുറവാണ്. അതുപോലെ ഈ ഹോസ്റ്റേജസിനെ എങ്ങനെ തിരിച്ചുവിടും, അവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഈ 2 പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. ഇത് രണ്ടും പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു യുദ്ധവിരാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ യുദ്ധവിരാമം ഉണ്ടാകുകയും അതുപോലെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ, ഗാസയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ ബോഡി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പ്രധാനമായിട്ടുള്ളത്, ഒന്നാമത് ഹമാസ് യുദ്ധം നിർത്തിവെക്കേണ്ടിയിരിക്കുന്നു, അവരുടെ ആയുധങ്ങൾ കീഴ്വഴങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ ഇസ്രായേലി പ്രിസണേഴ്സിനെ തുറന്നുവിടേണ്ടതായും ഇരിക്കുന്നു. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇത് പ്രിൻസിപ്പൽ 20 പോയിന്റ് പ്രോഗ്രാം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവിടെ എല്ലാവരെയും നശിപ്പിച്ചിട്ട് ഗാസയെ ഒരു റിസോർട്ടാക്കി മാറ്റാം എന്നൊക്കെയുള്ള ചിന്തകൾ മാറിയിരിക്കുകയാണ്. പാലസ്തീനുകൾ അവിടെ ജീവിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സമാധാനമാണ് ഇപ്പോൾ ഈ 20 പോയിന്റ് പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗാസയിലേക്ക് ധാരാളം ഹ്യൂമാനിറ്റേറിയൻ ഗുഡ്സ് കൊണ്ട് കപ്പലുകളുമൊക്കെ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടായാൽ തന്നെ അവിടെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്, സമാധാനം പാലിക്കുന്നതിന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി തയ്യാറാണ്. അപ്പോൾ പൊതുവെ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റാണ് ഗാസയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ യുദ്ധം തുടരുകയാണ്. ഇന്നും ഏകദേശം 64 പാലസ്തീനിയൻസിനെ കൊന്നു എന്നാണ് വാർത്ത. അതൊന്നും നല്ല വാർത്തയല്ല. പക്ഷേ ഈ 20 പോയിന്റ് പ്രോഗ്രാമിന് പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സർ, യുദ്ധം അവസാനിച്ചാലും ഇനി എന്ത് സംഭവിക്കും? ഗാസയിൽ ട്രംപിന്റെ പദ്ധതി നടപ്പിൽ വരുത്തുമോ, അതോ ഗാസയിലുള്ളവർക്ക് സമാധാന ജീവിതം കിട്ടുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ഇത് അംഗീകരിച്ചാൽ തന്നെയും പാലസ്തീനിയൻസിനെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സമാധാനത്തിലേക്ക് നീങ്ങുകയില്ല.
അതുകൊണ്ടാണ് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു കൺസെഷൻ എന്ന് പറയുന്നത് ഇതിനെ ഒരു റിസോർട്ടാക്കി എല്ലാ പാലസ്തീനിയൻസിനും പുറത്താക്കുന്നത് മാറിയിട്ട് സമാധാനപരമായി ഹമാസിൻ്റെ യുദ്ധം അവസാനിപ്പിക്കുകയും പാലസ്തീൻകാർക്ക് അവിടെ ജീവിക്കാനുള്ള അവസരം നൽകുകയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ് ആകണം എന്നുള്ള ഒറിജിനൽ പ്രപ്പോസൽ ഇപ്പോഴാരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അതാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പാലസ്തീൻ ഒരു രാജ്യമാവുക. ധാരാളം വെസ്റ്റേൺ രാജ്യങ്ങൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് ഈയിടെ. അതും ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ UK ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ഒക്കെ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യം പാലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാം അംഗീകരിച്ചതോടുകൂടി ലോകത്തെ ഒരു മജോറിറ്റി ആളുകളും പാലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സർ, ഖത്തറിനോട് ഇസ്രായേൽ മാപ്പ് പറഞ്ഞതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? അത് തീർച്ചയായും വേണ്ടതായിരുന്നു. കാരണം അത് നമുക്കെല്ലാം അറിയാവുന്നത് ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണമായിരുന്നില്ല എന്നത്. പക്ഷെ അതിലൊരു മോറൽ ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ഹമാസ് നേതാക്കന്മാർ ഖത്തറിൽ എവിടെയുണ്ടായിരുന്നു എന്ന് ഇസ്രായേലിന് അറിയാൻ കഴിഞ്ഞത് അവർ സമാധാനത്തിന് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവർ ഏത് ഹോട്ടലിലാണെന്നൊക്കെ അവർക്ക് അറിയാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ സമാധാന ദൂതിനെ പറ്റിയുള്ള അറിവ് മനസ്സിലാക്കിക്കൊണ്ട് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ടാണ് ഖത്തറും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമെല്ലാം വളരെ ശക്തമായി അതിനെ എതിർക്കുന്നത്. ആദ്യമായാണ് ഇസ്രായേൽ ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അതിൽ അവർ അപ്പോളജൈസ് ചെയ്യുകയോ നഷ്ടപരിഹാരം നൽകുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. സർ, മധ്യേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നുണ്ടോ? ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതെ, ഇപ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ 64 പേരെ വധിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സിറ്റുവേഷനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ പുതിയ പ്രപ്പോസലുകൾ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കാനാവുകയുള്ളൂ. സർ, ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇറാൻ ഒരു ആണവായുധ രാജ്യമാകരുത് എന്ന ആഗ്രഹം അമേരിക്കയ്ക്ക് മാത്രമല്ല ധാരാളം രാജ്യങ്ങൾക്കുമുണ്ട്, ഇന്ത്യക്കും ഉണ്ട്. കാരണം ഈ ഭാഗത്ത് ഒരു പുതിയ ആണവ ശക്തി വരിക എന്നുള്ളത് അവിടുത്തെ സ്റ്റെബിലിറ്റിക്ക് ഒരു തരത്തിലും സഹായമാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബോംബിംഗ് കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുന്നുവെങ്കിലും അവരുടെ കപ്പാസിറ്റി മുഴുവനായിട്ട് പോയിട്ടില്ല. അവരത് തുടരാനാണ് സാധ്യത. അതിനെ എല്ലാ രാജ്യങ്ങളും തന്നെ എതിർക്കും. അറ്റോമിക് എനർജി ഏജൻസി അതിനെ എതിർക്കുകയാണ്. അതുകൊണ്ട് ഈ ബോംബിംഗ് കൊണ്ട് തീരുന്നില്ല. ഇവരിനിയിപ്പം 4 കൊല്ലം 5 കൊല്ലം കൊണ്ട് അതേ കേപ്പബിലിറ്റി തന്നെ അവർ ബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ ബോംബ് ചെയ്തത് വളരെ പ്രധാനമായ സ്റ്റേഷനുകളിലാണെങ്കിൽ പോലും ഇറാൻ പറയുന്നവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ അത് പക്ഷേ മനഃപൂർവ്വം പറയുന്നതായിരിക്കും. നഷ്ടമുണ്ടായാൽ പ്രതികരിക്കണമല്ലോ. അപ്പോൾ ഈ നഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നു, നമുക്കിനി ചർച്ച ചെയ്യാം എന്നുള്ളൊരു മട്ടിലാണ് ഇറാൻ തുടരുന്നത്. പക്ഷേ അവരവരുടെ 2000 തുടങ്ങിയതാണിത്. ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല.